നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്തിട്ട് നമ്മളെ അപെക്സിന്റെ ഇതില്ലേ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബൈ ചെയ്യാം. ഇത് INR കൊടുത്ത് റിയൽ ബാങ്കിൽ പറ്റത്തില്ല അല്ലേ? ഇല്ലല്ല, കാരണം എന്താ പറയുക, INR കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും P2P ആണ്. P2P P2P എന്ന് ആണ്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ചേഞ്ച് ത്രൂ വേറൊരാൾ എടുത്തുനിന്ന് വാങ്ങുക ചെയ്യുക, എക്സ്ചേഞ്ചിന്ന് ഡയറക്റ്റ് അല്ല. മനസ്സിലായോ? B2B റിയൽ ബാങ്ക് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ആണോ? ഏതാണ് B2B പറഞ്ഞാൽ എന്താ അത്? P2P എന്ന് പറഞ്ഞാൽ എല്ലാ എക്സ്ചേഞ്ചിലും നമുക്കിപ്പോ സാറ് കയ്യിൽ $US ഉണ്ട്, സാറിന്റെ ബിനാൻസ് കയറിയിട്ട് അത് സെല് ചെയ്യാം. ആ അപ്പൊ അത് ഒരു പക്ഷെ ഞാൻ ഒരു ബയ്യറാണ്, ഞാനായിരിക്കും അത് വാങ്ങുന്നത്. ശരി ശരി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, സാർ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരണം. അപ്പോ എനിക്ക് USDT. പക്ഷെ അതിലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഫ്രോഡ്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഏതെങ്കിലും ഒരു ഫ്രോഡ് ഫണ്ട് ഡീൽ ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ സാർ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരുമ്പോ സാർ അക്കൗണ്ട് ഫ്രീസ് ആവും. സീതാവല്ലേ എന്ന് പറയാൻ കാരണം സാർ ഒരു നമ്പർ അയച്ചായിരുന്നല്ലോ, ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ ഓടി തരുമല്ലേ? അവര് തരും. കാരണം അതിനൊക്കെ ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ നമുക്ക് USDT വാങ്ങാവും. കാരണം ഇപ്പൊ USDT എന്ന് പറഞ്ഞാല് ഫ്ലാഷ് USDT എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം. നമ്മൾ ചിലപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് USDT വാങ്ങും, നമ്മളെ അക്കൗണ്ടിൽ USDT കാണിക്കും, പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതൊരു പ്രോഗ്രാംഡ് ആയിട്ടുള്ള USDT മാത്രമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കബളിപ്പിക്കല് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് എന്ത് ചെയ്യണം, ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ശരി ശരി. ചിലപ്പോ നമ്മൾ പറയും USDT വില കുറച്ച് തരാണ്ട് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും വരും. ചിലപ്പോ പറയും നമുക്ക് റേറ്റ് കുറച്ച് കിട്ടാണ്ട്, പക്ഷെ നമ്മൾ വാങ്ങുമ്പോ അത് റിയൽ ആണോ എന്ന് ഉറപ്പിക്കണം. സാർ ഇത് സാറ് നമ്പറും തരുമോ? ഞാൻ നമ്പർ മിനിറ്റ്. ഇപ്പൊ ഇവിടെ സ്ക്രീനിൽ നമ്പർ കാണാം, അത് എന്റെ വാട്സപ്പ് നമ്പറാണ്. അതിൽ കോൾ ചെയ്താൽ ചില സമയങ്ങളിലേ കിട്ടുള്ളൂ. കാരണം വാട്സപ്പിൽ എന്തെങ്കിലും വാട്സപ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. കാരണം കൂടുതൽ എന്തെങ്കിലും മീറ്റിംഗ്സിലായിരിക്കും. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഒരുപാട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സമയത്തൊക്കെ വരുന്ന കോളൊക്കെ നമ്മൾ ഒഴിവാക്കുക ചെയ്യാം. അപ്പൊ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് റിപ്ലൈ ചെയ്യാം കേട്ടോ. ശരി സാറേ. ഇതാണ് നമ്പർ 9447006172. സാർ ഇന്ന് ഞാനൊരു 500 സ്റ്റേക്ക് ചെയ്തായിരുന്നു. 500 എപെക്സ് സ്റ്റോക്ക് ആണ്. അതില് 350 ആണ് കാണിക്കുന്നത്. ബാക്കി അതിന്റെ ഇത് നാളെ കിട്ടത്തുള്ളൂ. 24 hours വേണം അതിന്. അല്ല, അത് ബേൺ ചെയ്ത് നമുക്ക് പതുക്കെ നമ്മൾ ROI ആയിട്ട് കിട്ടുക ചെയ്യാം. അല്ല ഇപ്പൊ നാളെ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് വരുമോ അത് എന്തെങ്കിലും? നാളെ പ്രോഫിറ്റ് വരും, നാളെ വരും. അത് 500 എപെക്സ് സ്റ്റോക്കിന്റെ മുകളിലാണ് അതും. അല്ല, നമുക്ക് വരിക നമ്മള് ബേൺ ചെയ്ത് പോയതിന്റെ ബാലൻസ് ഉള്ളതിനാണ് നമുക്ക് കമ്മീഷൻ വരിക. ബേൺ ചെയ്തതിന് മുകളിൽ ബാലൻസ് വരത്തുള്ളൂ അല്ലേ? ബാലൻസ് ബേൺ ചെയ്തതിന്റെ കോയിന്റെ ബാലൻസ് വരത്തുള്ളൂ. അതെ. മറ്റേ 350 500 150 ബേണായി. 350 മറ്റേത് 500 എപെക്സ് സ്റ്റോക്കിൽ 150 ബേണായി. 350 ആണ് നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ ഉണ്ടാവുക. പിന്നെ അതിന്റെയാണ് നമുക്ക് എന്ത് ചെയ്യാ, സ്റ്റേക്കിങ്ങിന് റിവാർഡ് കിട്ടുക. നാളത്തേക്ക് കിട്ടുമോ അത് സാറ്? നാളെ കയറും. മറ്റേ ബേൺ ആയതാ അതെന്താ? ബേൺ ആയത് നമ്മളെ ലോസ് ആയത് തന്നെയാണ്, അത് നമുക്ക് തിരിച്ചു കിട്ടുന്നല്ല. അത് കിട്ടുന്നതല്ല അല്ലേ? പക്ഷെ അതിന് പകരം നമ്മളെ കോയിന്റെ ഡിമാൻഡ് കൂടി പ്രൈസ് കൂടി ഉണ്ടാവും. ശരി സാർ. സാർ ഇന്നലെ സ്റ്റേക്ക് ചെയ്തത് 0.2 0.4 ആയിരിക്കും, 0.24 ആയിരിക്കും. ഇന്നലെ 0.29 ആയിരുന്നു. ഇപ്പൊ അത് കൂടിയില്ലേ? ഇന്ന് 3.6 എന്നായിരുന്നു സാറ്. 3.6 ആയി. ഇന്ന് മേടിക്കുമ്പോ അധികമായി റേറ്റ്. അതെ. നാളെ ചിലപ്പോ.
അപ്പൊ നെക്സ്റ്റ് താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ സാറേ, താങ്ക് യു. നെക്സ്റ്റ് ഷിബു സാമുൽ. സാർ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. സാറേ, എന്റെ അണ്ടറിൽ ഒരു 35 ലേഡീസാ ജോയിൻ ചെയ്തേക്കുന്നത്. അവർക്ക് ഇതിനെ കുറിച്ച് ഒന്നും ഐഡിയ ഇല്ല. അപ്പൊ ഞാനിപ്പം ടോക്കൺ പർച്ചേസ് ചെയ്തിട്ട് അവർക്ക് ഇന്റർണൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. പക്ഷെ എനിക്കിപ്പം ഒരു 1500 ടോക്കൺ എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ നാസർ സാറിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പൊ എനിക്ക് അത്രയും കിട്ടിയിട്ടില്ല. ഇനി ഒരു 800 ടോക്കണിന്റെ കൂടെ ആവശ്യമുണ്ട്. അതിന് എങ്ങനെയും ഒരു സൊല്യൂഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് വേറെ ആരുടെയും? 800 ടോക്കൺ ആണെങ്കിൽ സാറിന് ഒന്നുകിൽ ഇപ്പൊ 800 1000 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ത്രൂ വാങ്ങിച്ചാൽ വലിയ നഷ്ടം വരില്ല. കാരണം നല്ലതായിരിക്കും, കാരണം ഗ്യാസ് ഫ്യൂമിൽ പോകുള്ളൂ. അതല്ല സാറിന് ഇപ്പൊ എക്സ്ചേഞ്ച് ത്രൂ പർച്ചേസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ മുമ്പ് ഒരു നമ്പർ കാണിച്ച ആ നമ്പറിൽ വിളിച്ചാൽ മതി, അവർ ഏർപ്പാടാക്കി. അത് 8943 831. അപ്പം അതിൽ നമ്മൾ 800 ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കെ തരാൻ ചാൻസ് ഉണ്ടോ? ചെയ്യും. ഓക്കെ. ആളുടെ പേര്? അത് നമ്മളൊരു ഇസർവ് എന്ന് പറഞ്ഞ സർവീസാണ്. ഓക്കെ. പിന്നെ സാറേ, നമ്മൾ ഫേസ് 2 നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി അതിന്റെ വീഡിയോസ് വല്ലതും ഉണ്ടോ കയ്യില്? ഫേസ് 2ന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബില്. ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അത് ഞാൻ അതിൽ ചോദിച്ചോട്ട് ഞാനത് ഇത് കൺഫേം ചെയ്തോളാം. ഈ രണ്ടെണ്ണം ഉള്ളായിരുന്നു. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. അപ്പൊ നമ്മള് ഒരു ഇത് ഇല്ലേ, നമ്മള് മെസ്സേജ് അയച്ചിട്ടാ മതി. കാരണം അതിൽ കോള് ചെയ്ത് കഴിഞ്ഞാല് അവരെ വർക്കൊന്നും നടക്കില്ല. അപ്പോ ആ തന്ന USDT നമ്പറിൽ നമ്മൾ മെസ്സേജ് ചെയ്താൽ മതി, അവരതിന് റിപ്ലൈ തരും. വാട്സപ്പ് മെസ്സേജ് കേട്ടോ. കാരണം ഒരാൾ കോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ 1 മിനിറ്റ് സംസാരിക്കും. അപ്പൊ സംസാരിക്കുന്ന സമയത്ത് പിന്നെ അവരെ ആക്ടിവിറ്റി ഒന്നും നടക്കില്ല. ചെയ്യുമ്പോൾ പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കോള് വരിക. അപ്പൊ കട്ടായി പോവുകയും ചെയ്യും ഈ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുമ്പോൾ. ഓക്കെ സർ, താങ്ക് യു. നെക്സ്റ്റ് മുസ്തഫ സർ ആമയു. നമസ്കാരം. പിന്നെ എനിക്കുള്ള സംശയം എന്താ വെച്ചാൽ, സംശയമല്ല, നമ്മളെ സൈറ്റ് ബ്ലോക്ക് ആയിരുന്ന ടൈമിലുണ്ടായിരുന്നല്ലോ, അന്നൊരു $305 വിഡ്രോ എടുത്തിട്ടുണ്ടായിരുന്നു. വിഡ്രോവൽ എടുത്തില്ലായിരുന്നു? അത് ഇതുവരെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടില്ല, തിരിച്ച് അപ്പസും വന്നിട്ടില്ല. എന്താ സാറേ? INR അടിച്ചതായിരുന്നു $305. അത് അക്കൗണ്ട് കയറിയിട്ടില്ല എന്നാണോ പറയുന്നത്? അക്കൗണ്ട് കയറിയിട്ടില്ല. സാറ് ഇതുവരെ എന്താ ലീഡേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാതിരുന്നത്? നാസർ സാറിനോട് കുറെ കോണ്ടാക്ട് ചെയ്തതായിരുന്നു ഇതിനെ പറ്റിട്ട്. അത് പുള്ളിയുടെ തിരക്കുകൊണ്ടാണോ എന്താ പ്രശ്നം എന്ന് വെച്ചാലേ, എല്ലാ ആളുകളും നാസർ സാറെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചിലപ്പോ ഒരു മെസ്സേജ് അയച്ചാല് ചിലപ്പോ അത് കുറേ താഴോട്ടായി പോയിട്ടുണ്ടാവും. അപ്പോ അത് ഒന്ന് റിമൈൻഡർ ചെയ്യുക. അത് പ്രശ്നമില്ല. അതെന്താ പറയുക, നമുക്ക് കമ്പനി എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, അത് എന്താണോ പ്രശ്നം അത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. അല്ല, അത് ID കാര്യങ്ങളും എന്ത് ചെയ്യാം, ഒന്ന് അയച്ചു തന്നാൽ മതി, നമുക്കത് ക്ലിയർ ചെയ്യാം. മാറ്ററും അതിലൊന്ന് ടൈപ്പ് ചെയ്യാം, ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നാസർ സാറിന് അയച്ചാൽ മതി. അതല്ലെങ്കിൽ നാസർ സാർ എന്തെങ്കിലും ബിസി ആണെങ്കിൽ എന്റെ ഇതിലേക്ക് അയച്ചാൽ മതി, നമുക്ക് നോക്കി ശരിയാക്കാം കേട്ടോ. ഞാന് നമ്പർ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മുസ്തഫ സാർ 9447006172. 700 6172.
6172. Yes. Okay. 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 Then Anil sir, Anil and Ismail. Mandil Saju sir. സാറേ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് sir. അനിൽ, ഞാൻ ഇയർഫോൺ ഊരി വെച്ചു. ആ, സാറിന്റെ സംശയം, പിന്നെ നമുക്ക് ഈ ഇന്റേണൽ ട്രാൻസ്ഫർ നമ്മുടെ ടീം മെമ്പേഴ്സിനൊക്കെ ഇപ്പൊ അത്യാവശ്യം വേണമെങ്കിൽ നമ്മൾ ഇന്റേണൽ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ 3% അത് ആ സ്ക്രീൻ എടുക്കുമ്പോ 3% ആണോ അത് എടുക്കുന്നുണ്ടോ? അങ്ങനെയാണോ ചെയ്യുന്നത്? ആ 3% കട്ടായി പോകും. അത് നമ്മൾ $100 വിഡ്രോ ചെയ്യുകയാണെങ്കിൽ $3 അപെക്സ് ടോക്കൺ കട്ടാവും. ഓക്കെ. പിന്നെ ഒരു സംശയം, നമ്മുടെ ഫേസ് 2 സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് ആഡ് ചെയ്യാനാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇനി ആഡ് ചെയ്യണോ അതോ പിന്നെ ഇത് ഇതിന്റെ കഴിഞ്ഞിട്ട് മതിയോ? ട്രസ്റ്റ് വാലറ്റിൽ നമുക്ക് അപെക്സ് ടോക്കൺ കൊണ്ടുവരിക. ട്രസ്റ്റ് വാലറ്റില് ഓക്കെ. അത് ഡയറക്റ്റ് വാലറ്റ് കണക്ട് ചെയ്താൽ നമുക്ക് അവിടെ സ്റ്റേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ല, ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ. എന്നാ പ്രോബ്ലം ഇല്ല. സാറിന്റെ ROI ഡെയിലി എന്ത് ചെയ്യും ഇതിലേക്ക് വരുന്നുണ്ട്. അതല്ല ഞാൻ ചോദിച്ചത്, ഇനി ആഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അതിൽ തന്നെ ആഡ് ചെയ്യാം. അതിന് സാർ നോക്കേണ്ടത് സാർ അപ്പൊ സ്റ്റേക്കിംഗ് കപ്പാസിറ്റി ഇപ്പൊ കാണാം. ആ സ്റ്റേക്കിംഗ് കപ്പാസിറ്റി ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ചെയ്യാൻ പറ്റേ. ഇപ്പൊ സാർ ഇവിടെ നോക്കുക, ഇതാണ് ഫേസ് 2ന്റെ നമ്മളെ സൈറ്റ്. അപ്പൊ ഞാൻ ഫേസ് 2ലേക്ക് പോവുകയാണെങ്കിൽ കണക്ട് വാലറ്റ് ചോദിക്കും. ഫസ്റ്റ് വാലറ്റ് ആയിട്ട് കണക്ട് കൊടുത്തു. ദെൻ അലോ. ദെൻ നമുക്ക് ഇതിലേക്ക് കയറി. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഓൾറെഡി ഇവിടെ സാറിന് കാണാൻ പറ്റും. ഇത് മുകളിൽ നിന്ന് താഴോട്ട് ഫോർത്ത് റോല് 266. ഇതാണ് എന്റെ സ്റ്റേക്കിംഗ് കപ്പാസിറ്റി. എനിക്ക് 266 അപെക്സ് ടോക്കൺ വരെ സ്റ്റേക്ക് ചെയ്യാം. പക്ഷെ എന്റെ ബാലൻസ് 576 ആണ്. പക്ഷെ 576-ല് 266 ഇപ്പൊ സ്റ്റേക്കിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അതിന്റെ സ്റ്റേക്കിംഗ് റിവാർഡ് എനിക്ക് 18.86385. ഇതാണ് എനിക്ക് ഇതിന്റെ സ്റ്റേക്കിംഗ് റിവാർഡായിട്ട് കിട്ടിയത്. അപെക്സ്, അതായത് 114 അപെക്സ് ടോക്കൺ ഞാൻ ബേൺ ചെയ്തു. അതിൽ എനിക്കിപ്പോ 18.86 എന്ത് കിട്ടിയിട്ടുണ്ട്? അപെക്സ് ടോക്കൺ എനിക്ക് സ്റ്റേക്കിംഗ് റിവാർഡായി കിട്ടിയിട്ടുണ്ട്. ഈ 114 അപെക്സ് ടോക്കണിന്റെ മുകളിൽ വരുന്ന തൊട്ടാണ് എന്റെ പ്രോഫിറ്റ് കിട്ടുക. പക്ഷേ ഇത് ഞാൻ 574 ഇത് സ്റ്റേക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിന്റെ പ്രൈസ് കൂടിയിട്ട്, ആ ടോക്കണിന്റെ പ്രൈസ് കൂടുതലാണ് കൂടിയിട്ടുണ്ട് ഇപ്പോ സ്റ്റേക്ക് ചെയ്യുന്ന സമയത്ത് അപേക്ഷിച്ച്. അപ്പൊ ഞാനിപ്പോ അത് സെൽ ചെയ്താൽ പോലും എനിക്കത് പ്രോഫിറ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, താങ്ക്സ് സർ. ഓക്കെ. മന്ദിൽ സാജു, ഇത് ഞാൻ വായിക്കുന്നത് ഇതിലാണ് കേട്ടോ. ഇത് തന്നെയാണോ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്നൊന്നും എനിക്കറിയില്ല. നെക്സ്റ്റ് വിനോദ് സർ. പിന്നെ സാംസങ് ആരെങ്കിലും സംസാരിച്ചോ? ഹലോ സർ. ഓക്കെ. സർ, മന്ദിൽ സാജു.
ആ അതെ എനിക്ക് സാർ. പിന്നെ നമ്മളിപ്പം പിന്നെ ഫേസ് 1 ഒരു $500 കൊടുത്തിട്ട് നമ്മളെ അപെക്സ് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാല് 5000 ടോക്കൺ ആണ് നമുക്ക് ലഭിക്കുക. സ്റ്റേക്കിങ്ങില്. അതേ സ്റ്റേക്കിങ്ങിന്. അതേപോലെ നമ്മൾ ഫേസ് 2 $500 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് എത്ര അപെക്സ് ടോക്കൺ ആണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫേസ് 2 നമ്മൾ ഉപയോഗിക്കുന്ന BNB നെറ്റ്വർക്ക് ഉള്ളതാണ്. അതിന്റെ പ്രൈസിന് അത് ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടോക്കൺ ആണ്. അപ്പൊ അത് ഡെയിലി അതിന്റെ പ്രൈസിനനുസരിച്ച് മാറും. പക്ഷെ നമ്മൾ ഫേസ് 1 നമ്മൾ ചെയ്യുന്നത് TRC നെറ്റ്വർക്ക് ഉള്ള ടോക്കൺ ആണ് സ്റ്റേക്ക് ചെയ്യുന്നത്. അത് എപ്പോഴും $0.1 ആണ് ഇപ്പോഴും നിൽക്കുക. അത് നമ്മൾ 365 ദിവസം കഴിഞ്ഞ് വിഡ്രോ ചെയ്യുമ്പോൾ മാത്രമാണ് അതിന്റെ റേറ്റ് മാറുക. കാരണം അത് എക്സ്ചേഞ്ചിലെ റേറ്റിലേക്ക് മാറും. അന്നത്തെ TRC ടോക്കണിന്റെ വാല്യൂ എന്താണോ അതിലേക്ക് മാറും. അന്നത്തെ അതായത് വിഡ്രോ ചെയ്യുന്ന 365 ദിവസം കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യുമ്പോൾ അന്നത്തെ പിന്നെ ഈ നമ്മളെ അപെക്സ് ടോക്കന്റെ റേറ്റ് എത്രയാണോ ആ റേറ്റിന് നമുക്ക് വിഡ്രോയിൽ കിട്ടും. അതെ, എക്സ്ചേഞ്ച് TRC ടോക്കണിന്റെ ഓരോ BNB ടോക്കൺ ഉണ്ടാവും, TRC ഉണ്ട്, ERC. അത് TRC ടോക്കൺ അന്നത്തെ റേറ്റ് എന്താണോ ആ റേറ്റിലേക്കാണ് മാറുക. അപ്പൊ BNBന്റെ പിന്നെ ടോക്കൺ റേറ്റും പിന്നെ TRCന്റെ ടോക്കൺ റേറ്റും അപെക്സിന് ബാധിക്കുക. അത് രണ്ടായിട്ട് തന്നെ വരാ. അത് രണ്ടായിട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ മൂന്ന് പ്രൈസ് ആയിരിക്കും. പക്ഷെ അത് നമ്മളെ ബ്ലോക്ക് ചെയിനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള വാല്യൂ നമുക്ക് കിട്ടും, നമ്മളെ ബ്ലോക്ക് ചെയിനിലുള്ള ടോക്കൺ. മനസ്സിലായി സാർ ഒന്നുകൂടെ? അതായത് നമ്മൾ സെപ്പറേറ്റ് ആണ് ലിസ്റ്റ് ചെയ്യുക. മൂന്നിനും സെപ്പറേറ്റ് വാല്യൂ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സാർ എടുത്ത് ഒരു 1000 BNB നെറ്റ്വർക്ക് ഉണ്ട്, 1000 ട്രോൺ നെറ്റ്വർക്കുള്ള ടോക്കൺ ഉണ്ട്, 1000 ERC ടോക്കണും ഉണ്ട്. BNB നെറ്റ്വർക്കുള്ള ടോക്കൺ ചിലപ്പോൾ 5 രൂപയാണ്. ഈ TRC നെറ്റ്വർക്കുള്ള ടോക്കൺ 10 രൂപയാണ്. ERC നെറ്റ്വർക്കുള്ള ടോക്കൺ 1 രൂപയാന്ന് വിചാരിക്കാം. അപ്പൊ സാറിന് 1000 × 5 BNB എന്ന് പറഞ്ഞാൽ $5000 BNB നെറ്റ്വർക്കുള്ള ടോക്കൺ ഉണ്ടാവും. 1000 × 10 10000 TRC നെറ്റ്വർക്കുള്ള ടോക്കൺ ഉണ്ടാവും. ഇനി 1 × 1000 രൂപയുടെ ERC ഉണ്ടാവും. അപ്പൊ നമ്മള് എത്ര രൂപയാണോ അപ്പൊ 5000 USDT കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളെ ബ്ലോക്ക് ചെയിനുള്ളത് തരും. അതോടൊപ്പം തന്നെ 10000 നമ്മളെ ബ്ലോക്ക് ചെയിനുള്ളത് തരും, 1000 നമ്മളെ ബ്ലോക്ക് ചെയിൻ. മൂന്നും നമ്മളെ ബ്ലോക്ക് ചെയിനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അത് എത്ര വാല്യൂ ആണുള്ളത്. അപ്പൊ ഒരൊറ്റ ബ്ലോക്ക് ചെയിൻ ആയി, ഒറ്റ കോയിനായി. പിന്നീട് നമ്മൾ അത് എന്ത് ചെയ്യും, എല്ലാ നെറ്റ്വർക്കിലേക്കും അവൈലബിൾ ആകും. അപ്പൊ വേരിയേഷൻ എന്തായാലും ഉണ്ടാവും. കാരണം ഫേസ് 1 നമ്മള് പിന്നെ $1000 കൊടുത്തു കഴിഞ്ഞാൽ 10,000 നമുക്ക് ടോക്കൺ കിട്ടിയാലും പിന്നെ ഫേസ് 2 പിന്നെ BNB വഴി നമ്മൾ അപെക്സ് ടോക്കൺ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് അതിലെ വേരിയേഷനും കുറയും. അതെ, അത് മാറ്റം ഉണ്ടാവും. കാരണം BNB നെറ്റ്വർക്ക് ഉള്ളത് നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. അതാണ് മാറ്റം. ഓക്കെ സാർ, താങ്ക് യു. Then Akbar Calicut. സാറേ, ഇപ്പൊ ഇതിനെ കുറിച്ച് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ ഫേസ് 1 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. ഫേസ് 1 പക്ഷെ 4500 വാങ്ങിയിട്ട് ഞാൻ ചെയ്തു ഒരു മാസം. പിന്നെ ഞാനൊരു 99 ചെയ്തു. ഇന്ന് ഞാനൊരു 1.5 ഞാൻ ഇതിൽ ചെയ്തു. ഇത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് മുന്നേ എന്റെ സുഹൃത്തുക്കൾ ചെയ്തിട്ട് ഇത് പൊട്ടിപ്പോയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വേറൊരു സംഭവം അങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ 50 ലക്ഷത്തിന്റെ അടുത്തൊക്കെ കടത്തിലായ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ ഈ അപെക്സ് ടോക്കൺ ആകുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുള്ളത്. വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ഡൗട്ട് അത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ ഇതായിട്ട് എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിരുന്നു. അപ്പൊ ഞാൻ ഓനോട് ചോദിച്ചു ഇനിയിപ്പോ എന്താ ചെയ്യണേ, ഇനി നാട്ടുകാരെ കടം വീടുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മുഖാന്തരം ഒരു 10-40 ആളുകൾ ഇതിൽ വന്നിട്ടുണ്ട്.
അപ്പൊ സാറ് ചിന്തിക്കേണ്ട ഒരു കാര്യം, സാറ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ത് പ്രോജക്റ്റിലാണ്? എന്താണ് പ്രോജക്റ്റ്? അവരെന്താണ് അവർക്ക് ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കോയിൻ ഉണ്ടായിരുന്നോ? എക്സ്ചേഞ്ചിൽ വന്നിട്ടുള്ള കോയിൻ ഉണ്ടായിരുന്നോ? അതിന്റെ സിഇഒ ആരാണ്? അവരെങ്ങനെയാണ് നമ്മൾ ഇത് കളക്ട് ചെയ്തത്? അപ്പൊ നമ്മളെ പ്രശ്നം എന്താ പറയുക, നമ്മള് ഒന്നും നോക്കാതെ ചില പ്ലാറ്റ്ഫോമുകളിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾ വെബ്സൈറ്റ് മാത്രമാണ് കാണുക. ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടതാണ്. നമ്മൾ എപ്പോഴും ഒരു കൺസെപ്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ അതിൽ ഇറങ്ങാൻ പാടുള്ളൂ. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഡൗട്ട്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത് നമ്മൾ നോക്കണം. ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത് ഓക്കെ, പക്ഷെ ഇത് ഞാൻ വേറൊരാളുകളോട് പറയുമ്പോൾ ഓർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മറുപടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാറോട് ഇത് ചോദിക്കുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ കൊടുക്കേണ്ട മറുപടി എന്താണെന്ന് അറിയോ? നമ്മളെ പ്രശ്നം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇതിനെ കുറിച്ച് പഠിക്കാൻ ഇപ്പൊ നമ്മള് ചിന്തിച്ചു നോക്കുക. നമ്മള് ചെറിയ ക്ലാസ്സുകൾ തൊട്ടിട്ട് അല്ലെ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലെ LKG എന്തോടെ അത് തൊട്ട് 10ാം ക്ലാസ് വരെ നമ്മൾ പഠിക്കുന്നു. അതിനുശേഷം നമ്മൾ +2 2 വർഷം പഠിക്കുന്നു, ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഒരു പക്ഷേ നമുക്ക് ചിലപ്പോൾ ലൈഫിൽ വലിയ വിജയമൊന്നും നേടാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇവിടെ നമുക്ക് ഒരു ദിവസം ചെലവഴിച്ച് നോക്കിങ്ങള് ഒരു ദിവസം അപെക്സ് ടോക്കണെ കുറിച്ച് മുഴുവൻ കാര്യങ്ങൾ പഠിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടോ? തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ. തീരുമാനം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കയറിയത്. തീരുമാനം കൊണ്ടാണ് ഇതിൽ വന്നത്. അപ്പൊ നമ്മൾ എന്ത് അറിയും, നമ്മൾ ഇരുന്ന് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ 4-5 മാസമായിട്ട് ഇതിൽ വന്നിട്ടുള്ളൂ. വരുന്ന സമയത്ത് ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ ചില കുറച്ച് കറൻസീസ് ഒക്കെ മുമ്പ് വാങ്ങിയെന്നല്ലാതെ ഈ മേഖലയിൽ ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ നന്നായിട്ട് പഠിക്കും. കാരണം എന്ത് മേഖലയാണെങ്കിലും നമ്മളെ ഡ്യൂട്ടിയാണ്. ഇപ്പൊ നമ്മളോട് ഒരു കാര്യം നമ്മളെ ടീമിലുള്ള ഒരാൾ ചോദിക്കാൻ അത് എനിക്ക് അറിയില്ല എന്ന് പറയാൻ എനിക്ക് ഭയങ്കര കുറവാണ് ഉള്ള കാര്യമാണല്ലോ. എന്ത് കാര്യമാണ് എനിക്കത് അറിയില്ല എന്ന് പറയാൻ മടിയാണ്. ആ മടി നമുക്കുണ്ടോ നമ്മൾ ഏത് മേഖലയിലും വിജയിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരാളെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കാൻ എനിക്ക് പ്രയാസമാണ്. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം നമ്മൾ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ എടുക്കണം, ഒരു ഡൗട്ടും ഇല്ല. കാരണം നമ്മൾ നാളെ വലിയ ടീമിനെ ലീഡ് ചെയ്യാൻ പോകുന്ന ആളുകളാണ്. ഒരാൾ എന്നോട് ചോദിച്ചാൽ ഇതിന് മറുപടി കിട്ടാതെ പോകരുത് എന്നൊരു ഡിസിഷൻ എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ പറഞ്ഞ ഇതിനൊക്കെ ഉള്ളൂ. കാരണം നമുക്ക് ആളുകൾക്ക് ആൻസർ കൊടുക്കാൻ പറ്റും. അത് ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ കൊടുക്കുന്നുണ്ട്. അത് മതി. എല്ലാരോടും ഇതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പക്ഷെ എന്നോട് ചോദിക്കണ ചില മറുപടികൾ എനിക്ക് കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ സാറോട് ഇങ്ങനെ ചോദിച്ചത്. അല്ല, അങ്ങനെയില്ല. നമ്മളെന്താ അറിയോ, ഇപ്പൊ എന്നോട് ചോദിക്കും ഈ ബിസിനസ്സിൽ റിസ്ക് ഉണ്ടോ? ഞാൻ ലോകത്ത് റിസ്ക് ഇല്ലാത്ത ഒരു ബിസിനസ് കാണിച്ചു തരാൻ പറയും. പറ്റുമോ? ഇല്ല. നമ്മൾ കാർ എടുക്കുന്നുണ്ട്, കാർ ഓടിക്കുന്നുണ്ട്, അത് ആക്സിഡന്റ് ആവാനല്ലല്ലോ. പക്ഷെ ആക്സിഡന്റ് ആവില്ലേ? അപ്പൊ ഞാൻ പറയും, ഇപ്പൊ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസക്ക് 100% ഗ്യാരണ്ടി ആണോ? 100% ഗ്യാരണ്ടി കൊടുത്ത ഞാൻ നാളെ അല്ലെങ്കിലും നമ്മള് മനുഷ്യന്മാരല്ലേ, ചിലപ്പോ നമ്മളില്ലാതെ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഇവിടെ നമ്മളൊരു ട്രഡീഷണൽ ബിസിനസ് തുടങ്ങിയ 10% പോലും ഇന്ന് വിജയിപ്പിക്കാൻ പറ്റില്ല. അവിടെ പോയിട്ട് ആളുകൾ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. 10, 20, 30 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് തുടങ്ങിയിട്ട് ലാസ്റ്റ് എഴുതി വെക്കുകയാണ് കട വിറ്റഴിക്കൽ, അല്ലെ കട വിറ്റഴിക്കൽ, കട കാലിയാക്കുന്നു, അല്ലേ? ഓഫർ 70, 90, 100% ഓഫർ, 4 എണ്ണം എടുത്ത 5 എണ്ണം ഓഫർ, ഇതൊക്കെ വെച്ചിട്ട് ആൾക്കാർ ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തുക. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 99.999% നമുക്ക് പറയാം ഈ കൺസെപ്റ്റ് എത്തുന്നു. കാരണം ഇതിനെ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ ചെറിയ ടീമല്ല. അവർ പറഞ്ഞ കാര്യങ്ങളുണ്ടോ അത് ചെയ്ത് കാണിക്കുന്ന, പറയലല്ല, വാക്കിലല്ല, പ്രവൃത്തിയിലാണ് കാര്യം കാണിക്കുന്ന കമ്പനിയാണ്. പിന്നെ എന്ത് നോക്കാനാ നമുക്ക്? അപ്പൊ അവരോട് ആ രീതി പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് കച്ചവടം ചെയ്യാ, ഒരു 20-25 ലക്ഷം രൂപ മുടക്കിയിട്ട് കിഡ്സ് വെയറും ലേഡീസ് ഐറ്റംസ് ഒക്കെ ഉള്ള ഷോപ്പാണ്, ലേഡീസ് ആൻഡ് കിഡ്സ്. ഇന്ന് അവിടെ വാടക കൊടുക്കുന്നത്, സ്റ്റാഫിന് സാലറി കൊടുക്കുന്നത് അപെക്സ് ടോക്കൺ എന്നുള്ള വരുമാനം കൊണ്ടാണ്. കാരണം ഞാനെന്ന് പറഞ്ഞത് ഇതിനെ കുറിച്ച് പഠിച്ച് വെറുതെ ആദ്യം ഒരു 1000 USD ചെയ്തു, പിന്നെ എന്റെ അടുത്ത് 1 ലക്ഷം തന്നു, ഞാൻ 1100 ചെയ്തു കൊടുത്തു. ഇന്നിപ്പോ ആ പൈസ ഉള്ളതുകൊണ്ടാണ് അവന്റെ വീട്ടിൽ കാര്യങ്ങൾ നടന്നു പോകുന്നത്.
ആ 20-25 ലക്ഷം റുപ്യ മുടക്കിയ സംഭവം എവിടെ പോയി? അപ്പൊ ഞാൻ പറയുന്നത് എന്താണ്, നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കാം. പിന്നെ കറക്റ്റ് ഒരു പറഞ്ഞതാണ്. ഡൗട്ട് കൂടെ ഓ കുറച്ചു എന്ന് പറഞ്ഞു, ദിവസങ്ങള് എങ്ങനെ? കുറച്ചെന്ന് പറഞ്ഞു. അതെന്താന്ന് വെച്ച് അതിനെ കഴിഞ്ഞാല് കുറിച്ചിട്ട് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പൊ സാറേ നമുക്ക് 365 ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ ടോക്കൺ റിലീസ് ചെയ്യും, ശരിയല്ലേ? ആ. അപ്പൊ നമുക്ക് ആ ടോക്കൺ ആ പ്രൈസിൽ നമുക്ക് USDT ആക്കി മാറ്റാം. മാറ്റാം. ഇനി നമുക്ക് 225 ദിവസം കഴിഞ്ഞാൽ തന്നെ നമ്മളെ ടോക്കൺ റിലീസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് USDT ആക്കി മാറ്റാം. ഇനി ആ സമയത്ത് വേണമെങ്കിൽ അടുത്ത വീണ്ടും ഒരു 225 ദിവസത്തേക്ക് നമുക്ക് USDT ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ സാർ. then next മിക്ഡാഡോ. പേര് വിളിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ക്ഷമിക്കുക. മിക്ലേ മിക്ദാദ് ആയിരിക്കും അല്ലെ? ഓക്കെ. ഷാനവാസ്. കേൾക്കുന്നുണ്ട് സാർ? ആ യെസ്, കേൾക്കുന്നുണ്ട്. മിഗ്ദാദാണ്. ആ മിക്ദാദ് അല്ലേ? ഓക്കെ, നല്ല പേരാണ്. മലപ്പുറം കോട്ടക്കലാണ്. കോട്ടക്കലാ. ഓക്കെ സാർ, ഞാന് 2-3 സംശയങ്ങള്. ഒന്ന്, നമ്മുടെ ഈ ഇപ്പൊ നിലവിലുള്ള ഫേസ് 1ന്റെ പ്ലാന് എത്ര മാസത്തേക്ക് ഉണ്ടാവും? അതായത് ഇപ്പൊ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ മാസം 30-ാം തീയതിയോ അടുത്ത മാസം 30-ാം തീയതി അവസാനിക്കുമെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അത് ശരിയാണോ? അതായത് 365 ദിവസത്തേക്കുള്ള സ്റ്റേക്കിംഗ് പ്രോഗ്രാം മാറ്റി ഇപ്പൊ നമ്മൾ 225 ദിവസത്തേക്കുള്ള സ്റ്റേക്കിംഗ് പ്രോഗ്രാം ആണ് ഉള്ളത്. അത് സാർ എന്ന് മുതലാണ്? അടുത്ത മാസം തൊട്ട് വരുന്നത്. ഡിസംബർ മുതലാ? അതെ അതെ. സാർ, ഇനി മറ്റൊന്ന്, നമുക്കിപ്പോ ഈ അപെക്സ് ടോക്കൺ കിട്ടാൻ എന്താ സംവിധാനമുള്ള? നമ്മളൊക്കെ സൈറ്റിൽ നിന്ന് കിട്ടാൻ പറ്റുമോ? നമുക്ക് സൈറ്റിൽ നിന്നല്ല, നമുക്ക് ലീഡേഴ്സിന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കാം, അതിന്റെ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിക്കാം. ഞാൻ നേരത്തെ ഒരു ചെറിയ അപെക്സ് ടോക്കൺ കൗണ്ട് ഒക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ ഒരു നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാറേ, ഒന്നുകൂടെ പറഞ്ഞുതരുമോ നമ്പർ? ഞാന് ബ്ലൈൻഡ് ആണ്, അപ്പൊ ഞാൻ നേരത്തെ കയറിയില്ല, ഇപ്പൊ കയറിയുള്ളൂ. ഓക്കെ ഓക്കെ സാർ. സാറൊന്ന് പറഞ്ഞോളൂ നമ്പർ. നോക്കിയോളൂ. 89 43 533 831. സാർ ഒന്നുകൂടി പറഞ്ഞോളൂ. 8943 533 ബാക്കി 831. ആയിക്കോട്ടെ. അതിന് വിളിച്ചാൽ കിട്ടും. അത് സാറിന് നമ്പറാ? മെസ്സേജ് അയച്ചാൽ മതി. അല്ല, നമ്മള് ഇവിടെ USDT അയക്കുന്ന നമ്പറാണ്. അപെക്സ് ഒക്കെ അയക്കുന്ന നമ്പറാണ്. അപ്പൊ അതിലേക്ക് USDT അയക്കാൻ വേണ്ടേ സാർ? അതില് വാട്സപ്പിൽ ഒരു വോയിസോ അല്ലെങ്കിൽ ഇതോ ചെയ്താൽ മതി. കോൾ ചെയ്യുമ്പോ ചിലപ്പോ അവര് തിരക്കായിരിക്കും. അതിന് അപ്പൊ തന്നെ റിപ്ലൈ തന്നോളൂ കേട്ടോ. പിന്നെ മറ്റൊന്ന്, നമ്മളിപ്പോ നമ്മളെ 365 ദിവസം പൂർത്തീകരിക്കുമ്പോ നമ്മളെ സൈറ്റ് അക്കൗണ്ടിലേക്ക് വരുമല്ലോ ഈ അപെക്സ് ടോക്കൺ. നമ്മളെ വാലറ്റിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്ത് എടുക്കാം. നമുക്ക് വാലറ്റിൽ വിഡ്രോ എടുക്കാൻ പറ്റും. അല്ലാണ്ട് വേറെ ട്രേഡിംഗ് നടത്തൊന്നും വേണ്ട. നേരിട്ട് അക്കൗണ്ട് ബാങ്കിലേക്ക് എടുക്കാൻ പറ്റുമോ? വാലറ്റിലേക്ക്, അതായത് ട്രസ്റ്റ് വാലറ്റിലേക്കോ അങ്ങോട്ടോ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അല്ലാതെ ബാങ്ക് പറ്റൂല. അല്ല, നമുക്ക് റിലീസ് ചെയ്യാം കോയിൻ. കോയിൻ റിലീസ് ചെയ്യുള്ളൂ, USDT ആക്കി തരൂല? ഇല്ല, കോയിൻ റിലീസ് ചെയ്യും. നമുക്കത് എക്സ്ചേഞ്ചിൽ നിന്ന് USDT ആക്കി മാറ്റാം. എക്സ്ചേഞ്ചിൽ ട്രസ്റ്റ് വാലറ്റ് വഴി. അതെ, ട്രസ്റ്റ് വാലറ്റ് വഴി ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്ചേഞ്ചിലേക്ക് എടുക്കാം. എങ്ങനെ നമ്മളെ വാലറ്റിൽ തന്നെ നേരിട്ട് എക്സ്ചേഞ്ച് എടുക്കാൻ പറ്റുമോ? ഡയറക്റ്റ് എക്സ്ചേഞ്ചിലേക്ക് എടുക്കാം വിഡ്രോവല്. ഓക്കെ, ശരി സാർ. നമസ്കാരം. നമസ്കാരം അരുൺ സാർ. ഫസ്റ്റ് തിങ്സ്, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പൊ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം
ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. ഏതിന്റെ ഏതിന്റെയാണ് എന്തെങ്കിലും ഞാൻ കുറച്ച് വൈകിയാണ് വന്നത്. ആണോ? അല്ല അപ്പോ ഓക്കെ. അതായത് ഇത് നമ്മള് ഓരോരുത്തരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാണ് ഓക്കെ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ അല്ല ഞാൻ പറഞ്ഞാണ് ലാസ്റ്റ്. പിന്നെ സെക്കൻഡ് തിങ്സ് ഇതിൽ ഒരാൾ പറഞ്ഞിരുന്നു എൽ ബാങ്കിൽ അവരുടെ ഫോട്ടോ റെഡി ആവുന്നില്ല എന്ന് പറഞ്ഞു KYC ചെയ്യാൻ. അതിൽ ആ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ഫേസിന്റെ 4 സൈഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കണം. അപ്പോഴേ അത് ഫുള്ളായിട്ട് ഇതാവുള്ളൂ കേട്ടോ. അതായത് ആ വീഡിയോ ഫോട്ടോ എടുക്കുമ്പോ അതിങ്ങനെ വീഡിയോ പോലെ ഇങ്ങനെ ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ മേലോട്ടും ഇങ്ങനെ എടുക്കുമ്പോ അത് ഗ്രീൻ ആയിട്ട് റെഡി ആവും. ഓക്കെ അത് ഓക്കെ. ഞാൻ 2 KYC ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ വിചാരിച്ചത് എന്താ അറിയോ, നമ്മളത് ചെയ്യുമ്പോ നമ്മളത് ശ്രദ്ധിക്കൂലല്ലോ. ഞാൻ രണ്ടു ദിവസമായി ചെയ്തിട്ട് എന്നോട് മറന്നുപോയി. സാർ ജസ്റ്റ് ഫേസ് ഇങ്ങനെ ആ മാഡം ഇതിലുണ്ടെങ്കിൽ ഒന്ന് കേട്ടോളൂ. ഇങ്ങനെ ഫേസ് ഒന്ന് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുക, ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുക, ഇങ്ങനെ എല്ലായിടത്തേക്കും ആവുമ്പോ അത് ആ ഗ്രീൻ ഫുൾ ആവും. എന്നിട്ട് അത് ഇതായിക്കോളും. അപ്പൊ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഞാനിവിടെ ഇന്റേണൽ ആയിട്ട് പല ആളുകൾക്കും ഒരു അറൌണ്ട് ഒരു 700-800 കോയിൻസ് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല റീസണബിൾ ആയ പ്രൈസ്. ഇപ്പൊ കുറച്ച് മുമ്പ് സംസാരിച്ച വ്യക്തിക്ക് പോലും ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ. അപ്പോ നിങ്ങൾ ഈ ഒരു ഇതിൽ ഞാൻ 2017 തൊട്ട് ഈ ഒരു ഇതിലുള്ളതാണ്. ഒരുപാട് പൈസ പലതിലും നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിന്. അപ്പൊ ഇതിൽ വന്നിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഒരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ഇവരുടെ എല്ലാ പറഞ്ഞ അതേ ഇതിൽ പോകുന്നുണ്ട്. ഓരോ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതായിക്കോട്ടെ മറ്റുള്ള എല്ലാതും പറഞ്ഞ ഓൺ ടൈമിന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ 2017 തൊട്ട് ക്രിപ്റ്റോയിൽ പല ഇടത്തും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പല ഇവിടുന്ന് ആയിരക്കണക്കിന് ഡോളർ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ ഇതിലൊരു സാറ്റിസ്ഫൈഡ് ആണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഫേസ് 2 വന്നിരിക്കുന്നത് നമ്മൾ ഇൻ കേസ് നഷ്ടപ്പെട്ടാൽ തന്നെ നമ്മുടെ ബേൺ ആയിട്ടുള്ള ഇത് മാത്രം പോവുള്ളൂ. ബാക്കിയൊക്കെ നമ്മളുടെ ഇതിൽ തന്നെ ഉണ്ട്. കോയിൻ നമുക്കത് വിറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ വിറ്റ് കാശാക്കാവുന്നുള്ളൂ. തേർഡ് തിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് ജില്ല ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ആളുകൾക്ക് കൊടുക്കുന്നുണ്ടോ? അതായത് ഒരു ലീഡർഷിപ്പ് വ്യക്തിക്കോ ഒരു അരുൺ എന്ന വ്യക്തിക്കോ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകൾ ചെയ്യാൻ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യാൻ പറ്റുമോ? നമുക്ക് ആലോചിക്കാം. കാരണം അത് എനിക്ക് മാത്രം പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോ നാസർ സാറും അതുപോലെ തന്നെ നമുക്ക് CEO ഇപ്പൊ ഇത് വേൾഡ് വൈഡ് ഒരു കേരളത്തിൽ ഒതുങ്ങുന്നില്ല ഇത്. ഇനിയിപ്പോ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കോൾ വരും. അപ്പോ ഓരോ ജില്ലകളിൽ കേന്ദ്രീകരിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അവിടെയുള്ള ആളുകൾക്ക് ഇപ്പൊ പല ആളുകളും ഇപ്പൊ ഞാനൊരു അപെക്സിന്റെ ഒരു ഫേസ്ബുക്ക് പേജ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പല ആളുകളും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പല ആളുകളും ഇന്റേണൽ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇന്ന് മാത്രം ഒരു 800 സംതിങ് കോയിൻസ് ഞാൻ ഇന്റേണൽ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആളുകൾക്ക്. അപ്പോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഇതൊരു ഇതായിരിക്കും. കാരണം ഒരു വ്യക്തിക്കോ രണ്ടു മൂന്ന് വ്യക്തിക്കോ എല്ലാവരെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതെ അതെ. സാർ പറഞ്ഞ കാര്യം ശരിയാണ്. നമുക്ക് എന്താ വെച്ചാൽ ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് അതിൻ്റെതായുള്ള ട്രെയിനിങ് നമുക്ക് കിട്ടണം. അപ്പോ ആ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മളൊന്ന് ചോദിച്ചു നോക്കാം. കാരണം ഇതൊക്കെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മളത് ചോദിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ. ഒരു ടീം എന്ന അല്ല കമ്പനിയുടെ ഇതിലല്ല. കാരണം ഇങ്ങനെയുള്ള ലീഡർഷിപ്പ് വരുന്നത് നമ്മള് കമ്പനി മുഖാന്തരമല്ലല്ലോ, നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പനിയായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങോ മറ്റെന്ത് പ്രോഗ്രാം നടത്തുകയാണെങ്കിലും കമ്പനിയുടെ പെർമിഷനോട് കൂടി പറഞ്ഞേ പറ്റുള്ളൂ. പിന്നെ ആളുകൾക്കുള്ള ഒരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഒരു ഒപ്പീനിയൻ പറഞ്ഞത്. അതായത് കമ്പനിയുടെ ഒരു ഇതുണ്ടല്ലോ, അതിര് കവിഞ്ഞുള്ള ഒരു ദൂർത്തായിട്ട് കണക്കാക്കുന്നത് തൊട്ട് ഈ കാർ കൊടുക്കാം വിദേശത്ത്, അത് ആളുകൾ ചിലവർ പറയുന്ന ഒരു സംശയം ഉണ്ടാ. ഇങ്ങനെയുള്ള കമ്പനികളൊന്നും നിലനിന്ന് പോകില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഇതായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ളത് അണയാൻ പോകുന്ന ഒരു വിളക്ക് ആളിക്കത്തുന്ന പോലുള്ള ഒരു ഇതാണെന്നാണ് പറയുന്നത്. അപ്പോ അതിനെ കുറിച്ച് ഇത്രയും പ്രോഫിറ്റ് കമ്പനിക്ക് എങ്ങനെ വരും? ഇതുപോലെ വിദേശ ട്രിപ്പുകൾ കൊടുക്കുക, ആളുകൾക്ക് BMW കാർ കൊടുക്കുക, ഫ്ലാറ്റ് കൊടുക്കുക. അപ്പൊ അത്തരം ദൂർത്തുകളൊക്കെ നാസർ ഭായിക്ക് എന്നോടൊന്നും തോന്നരുത് കാർ കിട്ടിയതിന്. അപ്പോ അങ്ങനെയുള്ള ദൂർത്തുകളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ കമ്പനിക്ക് കുറേയും കൂടിയും ആളുകൾക്ക് പ്രോഫിറ്റ് കൊടുക്കാനും ഈ കമ്പനി മുന്നോട്ട് പോകാനും സഹായിക്കൂലേ എന്നാണ് ചോദിക്കുന്നത്. അല്ല, നമ്മൾ എപ്പോഴും പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോ മുകേഷ് അംബാനിയുടെ
അതെ, മകന്റെ കല്യാണം അത് ദൂർത്താണ്, ഭയങ്കര ഇതാണ്, എക്സ്പെൻസീവ് ആണ്. കാരണം എനിക്കൊന്ന് 5000 കോടിയോ അങ്ങനെ എന്തൊക്കെയോ ചെലവഴിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്തത്. അത് ദൂർത്താണോ അംബാനിയുടെ ആസ്തിയുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത്. അതാ ഞാൻ പറഞ്ഞത്. അംബാനിയുടെ ആസ്തിയായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കമ്പയർ ചെയ്യണം അല്ലെ? ഇതുപോലെ തന്നെ കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, ആസ്തിയുടെ അവരുടെ ഒക്കെ ഒരു 2% പോലും ഈ ഒരു വെഡിങ്ങിന് വേണ്ടി അവർ ചെലവാക്കിയിട്ടില്ല. ചെലവാക്കില്ല. അപ്പൊ കമ്പനിക്ക് അത്രയും ആസ്തി ഉണ്ടെങ്കിൽ അതിന്റെ ഒരു 2% എടുത്തിട്ട് വിദേശ ട്രിപ്പുകളും ഇതുപോലുള്ള ഇതുകളൊക്കെ കാറും അതും ഇതൊക്കെ കൊടുക്കുമ്പോ ഒരു പ്രശ്നമല്ല. അതല്ല, ആളുകൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ ഇത്തരത്തില് ഇതുപോലെ വളരെ ദൂർത്തായിട്ട് തോന്നുന്ന വിധത്തില് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് കമ്പനി പൊട്ടിപ്പോകൂലേ? കാരണം ആളുകൾ പറഞ്ഞ പ്രോപ്പറായിട്ട് ചില ഇപ്പൊ വീഡിയോയില് ചില യൂട്യൂബ് വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് മറ്റുള്ള കമ്പനികളെ പോലെ നമ്മൾ അങ്ങനെ ഇത്ര ബൈനറി ഇത്ര കൊടുക്കുന്നില്ല, നമ്മൾ ഇത്ര ശതമാനം ഓഫർ ചെയ്യുന്നില്ല. കാരണം അത്തരം കമ്പനികളൊന്നും നിലനിന്ന് പോകില്ല. നമ്മൾ ഇത്ര പെർസെന്റേജ് കൊടുക്കുള്ളൂ, 0.3 അങ്ങനെയൊക്കെ കൊടുക്കുള്ളൂ എന്നൊക്കെ പറയും. അപ്പൊ അത് നമ്മളെ ഇട്ടിട്ട് ഒരു കൊട്ടാണ്. അതായത് മറ്റുള്ള കമ്പനികൾ ഇതേപോലെ ഓഫർ ചെയ്യുന്നുണ്ട്, അതൊന്നും നിലനിന്ന് പോവില്ല എന്നുള്ളൊരു ഇതാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ ഒരു സാധാരണക്കാരൻ ഒരു കല്യാണം നടത്തുമ്പോ അതിന്റെ ആധാരവും പണയം വെച്ച് കുടുംബവും വിറ്റ് എല്ലാം നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കല്യാണം നടത്തുന്നത്. പക്ഷെ നമ്മളെ കമ്പനി അതല്ല. ഇതിന്റെ സിഇഒ ഇതിന്റെ എത്ര ഷെയർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എത്ര ആളുകൾ എത്ര ഷെയർ. ഇപ്പൊ നമുക്കറിയാം, നമ്മള് പ്രൈസ് പറഞ്ഞാൽ $0.1 ഇപ്പൊ $0.3 എത്തി അല്ലേ? ഒരു 100 കോടി. ഞാൻ ഇന്നലെ 500 സ്റ്റേക്ക് ചെയ്തത്, അതായത് ബേണിംഗ് കൂടാണ്ട് 500 എമൗണ്ട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നലെ എനിക്ക് നല്ലൊരു പ്രൈസ് ആയിരുന്നു, ഇന്നത് പ്രൈസ് കൂടി. അതെ, അപ്പൊ സാറും ചിന്തിച്ചു നോക്കുക, ഇതിലൊരു 100 കോടി ഇൻവെസ്റ്റ് ചെയ്ത ആളുടെ മുതൽ 300 കോടി ആയില്ലേ? ആയില്ലേ? അപ്പൊ കമ്പനിയെ സംബന്ധിച്ച് എത്ര അവര് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും കോയിൻ? ശരിയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കമ്പനി അംബാനി കല്യാണം നടത്തുന്ന പോലെയാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, കാറും ഗിഫ്റ്റും കൊടുക്കുന്നത്. അതല്ലാതെ വെറുതെ ഒരു തട്ടിക്കൂട്ട് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ കമ്പനി കൊടുക്കുന്ന പോലെ അല്ല. ഈ ഒരു ക്വസ്റ്റ്യൻ പലരും കേട്ടിട്ടുണ്ടാവും. അവർക്കും കൂടി ഒരു അവയർനെസ് എന്ന നിലയിൽ ഞാനിവിടെ റിപ്പീറ്റ് ചെയ്തത്. അപ്പൊ അവർക്ക് അത് കേൾക്കുമ്പോ അതിനെക്കുറിച്ച് ഒരു ഇത് വരും. മനസ്സിലായില്ലേ? ഞാനത് നെഗറ്റീവ് പറഞ്ഞതല്ല. അല്ല, എനിക്ക് മനസ്സിലായി സാർ. രാഷ്ട്രീയ കമ്പനിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും കൊടുക്കണം, എന്നാലേ ഈ കമ്പനി മുന്നോട്ട് പോവുള്ളൂ. അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവും. കാരണം എനിക്ക് നാളെ കാറ് വാങ്ങണം, അല്ലെങ്കിൽ എനിക്ക് അത് എൻഡ് ചെയ്യണം, ഇത് എൻഡ് ചെയ്യണം. നമ്മളെ കമ്പനിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കൊടുക്കാൻ പറ്റുന്നതേ പറയൂ, പറയുന്നത് കൊടുക്കുകയും ചെയ്യും. ഇതുവരെയും അത് ഇത് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതെ, എന്നോട് ഒരാൾ ചോദിച്ചാ, സാറേ ഈ കമ്പനി ഇത്രയും എമൗണ്ട് ROI കൊടുക്കുന്നില്ലേ? ഒരു 4-5 മാസത്തിനുള്ളിൽ 4-5 മാസമല്ലേ മുന്നോട്ട് പോകുള്ളൂ? ഞാൻ പറഞ്ഞു, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 4-5 മാസമായി. അതിന് മുമ്പ് ഒരു 1.5 വർഷമായിട്ട് കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പല ആളുകളും അവര് കാണുന്നത് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുക. അതെ അതെ. ഓക്കെ, താങ്ക് യു. ഹലോ സർ. ഓക്കെ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. ഞാൻ മറ്റേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഫസ്റ്റ് ഒരു $100 ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഒരു 500 ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് 1000 ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ടോട്ടൽ ഇപ്പൊ ഏതാണ്ട് 10,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കിപ്പോ അറിയേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ 225 ഡേയ്സ് പറഞ്ഞല്ലോ, അപ്പൊ അത് ഞാന് ഇപ്പം എക്സാമ്പിൾ ഒരു ജാനുവരി 1 ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, അടുത്ത ഇൻവെസ്റ്റ്മെന്റ് ഫെബ്രുവരി 1. അപ്പൊ ഈ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് $100, പിന്നെ സെക്കൻഡ് ഇൻവെസ്റ്റ്മെന്റ് $500 ഫെബ്രുവരിയിൽ 1 പിന്നെ മാർച്ചിൽ ചെയ്യുന്നു. അപ്പം ഇതെങ്ങനെയാണ് ഈ ഡേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഡിറ്റ് ആണ് ഈ 25 ഡേയ്സ് വരുന്നത്? അങ്ങനെ അങ്ങനെയല്ല സാർ. എന്താ അറിയോ സാർ, ഇപ്പൊ ഫസ്റ്റ് ഇൻവെസ്റ്റ് ROI സെപ്പറേറ്റ് തന്നെ അല്ലേ വരുന്നത്, $5 ആയിട്ട്? അങ്ങനെ, അതെ അല്ലെ? അടുത്തതും $5 ആയിട്ട് സെപ്പറേറ്റ് അല്ലേ വരുന്നത്? അതെ. അപ്പൊ ഫസ്റ്റ് ചെയ്ത $5 365 ദിവസം കിട്ടും. അടുത്തത് എന്നാണോ സ്റ്റേക്ക് ചെയ്ത് അന്ന് തൊട്ട് 365 ദിവസം കിട്ടും.
ഇനി അടുത്തത് ചിലപ്പോൾ സാർ ഡിസംബറിൽ അല്ലെങ്കിൽ ജനുവരിയിലാണ് ചെയ്യുന്നതെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് 225 ദിവസം $5 കിട്ടും. അല്ലല്ല, എന്റെ ചോദ്യം ജനുവരി 1 ഇപ്പൊ ഞാൻ ചെയ്തു. അപ്പൊ അത് ഇപ്പൊ ജനുവരി വേണ്ട, ഇപ്പൊ ഈ മാസം നവംബർ 1 മറ്റേ ചെയ്തത്, പിന്നെ നവംബർ 15 ചെയ്തു, പിന്നെ ഡിസംബർ 1 ചെയ്തു കഴിഞ്ഞാല് ഈ ഓരോന്നിനും ഈ ഡേറ്റ് വെച്ചിട്ടല്ലേ, ഡേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഇത് വെച്ചിട്ടല്ലേ നമ്മൾ അപെക്സ് ടോക്കൺ റിലീസ് ആവുന്നേ ഒരു 2020? അതെ, അങ്ങനെ എല്ലാം കൂടെ ആ ഡേറ്റ് റിലീസ് ആവും, എല്ലാം കൂടി ഒരുമിച്ചല്ല. സാർ ആദ്യം സ്റ്റേറ്റ് ചെയ്ത 365 ദിവസം കഴിയുമ്പോൾ അന്ന് തൊട്ട് റിലീസ് ആവുന്നത്. ഓക്കെ. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ദിവസം തൊട്ട് ആ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺ അന്ന് കിട്ടും, അപെക്സ് ടോക്കൺ റിലീസ് ആവും. അതെ. പിന്നെ വേറൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തത് ഇപ്പം ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് കാണിക്കുന്ന അപെക്സ് ടോക്കൺ അല്ലേ, അത് ഏതിൽ വരും? ഏത് കാറ്റഗറിയിൽ വരും? മറ്റേ TRC ആണോ? TRC. അപ്പൊ അതിന്റെ ഇപ്പോഴത്തെ വാല്യൂ ഇപ്പൊ എവിടെ നോക്കാൻ പറ്റും നമുക്ക്? അതിന്റെ വാല്യൂ ഇപ്പൊ നമുക്ക് എവിടെ നോക്കാൻ പറ്റും? ഇപ്പൊ നമുക്ക് അതിന്റെ വാല്യൂ നോക്കാൻ പറ്റില്ല. അത് $0.1 നമ്മൾ ലിസ്റ്റ് ചെയ്യും. അത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ വാല്യൂ നമുക്ക് എക്സ്ചേഞ്ചിൽ കാണാൻ പറ്റും. അത് നമ്മളെ ഇനി നെക്സ്റ്റ് ഫോർകാസ്റ്റ് ഇപ്പൊ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അത് ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെ? ആ TRCയിൽ എപ്പോഴാണ് അത് ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ലിസ്റ്റ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് BNB നെറ്റ്വർക്ക് ഫിനാൻസിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്തത് ലിസ്റ്റിംഗ് തുടങ്ങും. ഓക്കെ. അല്ല, ഇപ്പൊ എൽ ബാങ്കിലൊക്കെ ലിസ്റ്റ് ആയില്ലോ, അപ്പൊ അതുപോലെ ഇതും ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? ലിസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇത് കഴിഞ്ഞതിന് ശേഷമേ ചെയ്യുള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ. അശ്വൻ സി, ഇനി നമ്മളെ കുറച്ചു പേരോട് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്, ചാർജ് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോ ഇപ്പൊ ഞാൻ അശ്വൻ ഒരാൾ ചെയ്തിട്ടുണ്ട്, അശ്വൻ സംസാരിക്കാം. ഇനി ബാക്കി ഡൗട്ട്സ് നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് വേണമെങ്കിൽ ക്ലിയർ ചെയ്യാം. ഇന്നിപ്പോ ഓൾമോസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്തവരെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇനി എല്ലാവരെയും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. എന്താ പറയാ, തീർന്നിട്ടുണ്ട്. ഞാൻ ബിറ്റ്മാർട്ടിൽ നിന്ന് അപെക്സ് ടോക്കൺ വാങ്ങിക്കാൻ നോക്കിയായിരുന്നു, പക്ഷെ അത് കിട്ടുന്നില്ല. എന്താ പ്രശ്നം? ബിറ്റ്മാർട്ടിൽ നിന്ന് ക്യാഷ് എടുക്കാൻ നോക്കിയപ്പോഴേ അപെക്സിൽ നോക്കിയപ്പോ കിട്ടുന്നില്ല, ലിസ്റ്റിംഗിൽ കാണുന്നില്ല. അപെക്സോ? അതെ, ലിസ്റ്റിംഗിൽ കാണാനില്ല. അപ്പൊ ഞാൻ ബിറ്റ്മാർട്ടിൽ നിന്ന് നമ്മള് പർച്ചേസ് ചെയ്യാൻ നോക്കിയപ്പോ പറ്റുന്നില്ല. അറിയത്തില്ല. ഞാൻ ലിങ്ക് നമ്മളെ നാസർ ഗ്രൂപ്പിലിട്ട ലിങ്ക് ആയിരുന്നു, അപ്പൊ അത് വഴിയാണ് കയറി നോക്കിയത്. അതെന്താ അറിയോ, അത് നമ്മളെ ബിറ്റ്മാർട്ട് ഇന്ത്യയിൽ അലൗഡ് അല്ല. അതുകൊണ്ട് VPN എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ചെയ്ത് നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യമാണെന്ന് കാണിച്ചിട്ട് വേണം ചെയ്യാൻ. അത് വാങ്ങിക്കാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. പല രാജ്യത്തും അത് കിട്ടുന്നത്. അപ്പൊ അത് VPN ആണ് ഇത് ചെയ്യണം. അപ്പൊ അത് ചെയ്യുന്നതിൽ തന്നെ എല്ലാം യൂസ് ചെയ്യാം. ഒക്കെ ശരി കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു കാര്യം പറയട്ടെ. ഹലോ സാറേ, ഒരു സംശയം. മുൻകഴിഞ്ഞ ആളുകൾക്ക് സംസാരിച്ചതിൽ നിന്ന് മറ്റു ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ അതിലെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ ഫേസ് ചെയ്ത ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, അതേപോലെ ഇവരുടെ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് 1-2 സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ പറയുന്നത്, എങ്ങനെയാണ് ഇത്രയും
വരുമാനം കൊടുക്കാൻ കഴിയുക, എന്താണ് അതിന്റെ സോഴ്സ് എന്ന് ഒരു സാധാരണക്കാരൻ ചോദിക്കുമ്പോൾ നമുക്ക് അതിൽ ആൻസർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ അതിന് ആൻസർ ചെയ്യേണ്ടത്? നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഇപ്പൊ നമുക്കറിയാം, ഇന്ന് ഒരുപാട് ആളുകൾ ട്രേഡ് ചെയ്യുന്നു. ഫോറക്സ് ട്രേഡിങ്, ക്രിപ്റ്റോ ട്രേഡിംഗ് ഒക്കെ ചെയ്ത് നമ്മളെ നാട്ടിലുള്ള ചെറിയ പിള്ളേര് വരെ ഒരു 10,000 രൂപ ക്യാപിറ്റൽ ഇട്ടിട്ട് വരെ 10-25,000 രൂപ പ്രോഫിറ്റ് എടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത് നമ്മൾ കമ്പനി കൃത്യമായിട്ട് ഫോറക്സ് ട്രേഡിംഗ് അതുപോലെ ക്രിപ്റ്റോ ട്രേഡിങ്ങിലും ഇൻവോൾവ് ആണ്. അപ്പോ അവിടെ അവരെടുക്കുന്ന പ്രോഫിറ്റിന്റെ ഇപ്പൊ നമുക്ക് 1% നമുക്ക് ഡെയിലി എന്ത് ചെയ്യുന്നു, അക്കൗണ്ട് ഡീൽ ചെയ്യുന്ന ആളുകളെ വെച്ച് ട്രേഡ് ചെയ്യിക്കുന്നു. ചിലപ്പോൾ ഒരാളെ സംബന്ധിച്ച് ലോസ് ഉണ്ടാവും, അങ്ങനെയെങ്കിൽ ബാക്കി മേക്കപ്പ് ചെയ്യാനുള്ള ആളുകൾ ആ രീതി ട്രേഡ് ചെയ്തിട്ട് തന്നെയാണ് പ്രോഫിറ്റ് കൊടുക്കുന്നത്. കമ്പനി ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് എടുത്ത് ജനങ്ങൾക്ക് കൊടുക്കാൻ വന്ന കമ്പനി അല്ല, മറിച്ച് ജനങ്ങളെ ഈ ഒരു ടോക്കണിലേക്ക്, ഈ ഒരു പ്രൊജക്ടിലേക്ക് അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം നമ്മളൊക്കെ അതിന്റെ അപെക്സ് ടോക്കൺ പ്രൊജക്ടിന്റെ ഭാഗമായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ROI കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് വേണ്ടിയിട്ടാണ് കമ്പനി ഇപ്പൊ എക്സ്റ്റേണലി എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യിപ്പിക്കുന്നതും നമുക്ക് അതിന്റെ പ്രോഫിറ്റ് കമ്പനി കൊടുക്കുന്നതും. അപ്പൊ ഈ പൈസ ഉപയോഗിച്ച് അതുകൊണ്ടാണ് നമുക്ക് TRC ടോക്കൺ റിലീസ് ചെയ്യുന്നത്. TRC ടോക്കൺ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ പണം, നമ്മൾ അടയ്ക്കുന്ന പണം ഉപയോഗിച്ചിട്ട് കമ്പനി അതിന്റെ എത്ര പെർസെന്റേജ് ടോട്ടലി എടുക്കില്ല, എത്ര പെർസെന്റേജ് എടുത്ത് ട്രേഡ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ റിവാർഡാണ് കമ്പനി തരുന്നത്. ഹലോ ഓക്കെ. സാർ, ആ ഞാൻ ബിറ്റ്മാർട്ടിൽ നിന്ന് 25 അപെക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 25 അപെക്സ് ഞാൻ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ ചെയ്തു. ഓക്കെ. അതിപ്പോൾ ഞാൻ അപെക്സിനകത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 25 തന്നെയാണോ ടൈപ്പ് ചെയ്യേണ്ടത്? അല്ല, 25 അല്ല. നമ്മൾ അത് അങ്ങോട്ട് വിഡ്രോവൽ കൊടുക്കുമ്പോൾ അവിടെ കാണിക്കും നമുക്ക് എത്രയാണ് ട്രാൻസാക്ഷൻ ഫീ കഴിച്ചിട്ട് കയറുകയാണെന്ന്. ആ കയറുന്ന ഫിഗർ നമ്മൾ ഡെപ്പോസിറ്റ് കൊടുക്കണം. അല്ല, നമുക്കപ്പോ ഫീ എന്ന് പറയുന്നത് 0 അല്ലേ കാണിക്കുക? ട്രാൻസാക്ഷൻ ഫീ 0 ആണെങ്കിൽ 0 ആണ്. കട്ടാവുന്നുള്ളൂ. അപ്പൊ 22.1 ആണ് എനിക്ക് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ സൈറ്റിൽ അപ്പൊ 22.1 ആണോ കൊടുക്കേണ്ടത്? അതാ കൊടുക്കേണ്ടത്. സാറേ എത്രയാണ് വിഡ്രോ ചെയ്തത്? ഞാൻ എന്റെ ടോട്ടൽ 25 ഉണ്ട്. 25. അപ്പൊ അതിൽ ഇത്ര കട്ടായി പോയിട്ടുണ്ട്. അപ്പൊ 21 ആണ് സാർ കാണിക്കുന്നത്. 22.1 ആണ്. അത് കാണിച്ചാൽ അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ ഹാഷ് അടിക്കണ്ടേ നമ്മുടെ ID? അതെ, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പോയിട്ട് എടുക്കുക. അത് ഞാൻ കൊടുത്തു, പക്ഷെ എന്റെ ഇപ്പോൾ പെൻഡിങ് ആണ് കാണിക്കുന്നത്. അത് നമുക്ക് എന്താന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം എന്താന്നുള്ളത്. ഇപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് അറിയില്ല. കാരണം ബിറ്റ്മാർട്ട് ഉള്ള എക്സ്ചേഞ്ചിൽ ഇങ്ങോട്ട് കയറുമ്പോൾ ഇത് ഇത്രയും ചെയ്താൽ പ്രോപ്പറാണ്. പിന്നെ എന്തെങ്കിലും എന്ത് റീസൺ കൊണ്ടാണ് പെൻഡിങ് ആയത് അറിയില്ല. ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഡിലേ വരികയാണോ അതിന്റെ കാര്യങ്ങൾ അറിയാം. അപ്പൊ അത് എൽ ബാങ്കിൽ അല്ലെങ്കിൽ ബിറ്റ്മാർട്ടിലെ സപ്പോർട്ട് ഉണ്ടാവും. ആ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു മെയിൽ ചെയ്താൽ മതി കണ്ടന്റ് വെച്ചിട്ട്. സാറ് പിന്നെ വേറെ ഒരു ചെറിയ സംശയം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ നമ്മള് ഫേസ് 1 പിന്നെ നമ്മള് ഇൻവെസ്റ്റ് ചെയ്തത് 365 ഡേയ്സ് കഴിഞ്ഞാലും നമുക്ക് അപെക്സ് ടോക്കൺ സ്റ്റാക്ക് അവിടെ ഹോൾഡ് ചെയ്തുകൂടെ? 365 ദിവസം കഴിഞ്ഞാൽ നമുക്ക് അപെക്സ് ടോക്കൺ റിലീസ് ചെയ്യും. നമുക്ക് വാലറ്റ് എന്ത് ചെയ്യാം, കീപ്പ് ചെയ്യാം. ഓക്കെ. അത് എത്ര വർഷം വേണമെങ്കിലും നമുക്ക് കീപ്പ് ചെയ്യാം അല്ലേ? അതെ അതെ. ഓക്കെ. ഓക്കെ. ഹലോ 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 സാറേ, പറഞ്ഞോട്ടെ. ഹലോ പറഞ്ഞു സാർ, കേൾക്കുന്നുണ്ട്. സാറേ, ഈ നമ്മള് പിന്നെ 360 ദിവസമാണ് സ്റ്റേക്ക്. ഞാനിപ്പോ ലാസ്റ്റ് കയറിയത് 360 സ്റ്റേക്കിംഗ് പറഞ്ഞേക്കുന്നു. സാർ റേഞ്ച് ക്ലിയർ ആവുന്നു. ഇൻവെസ്റ്റ് ചെയ്താണോ പിന്നെ 360? ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ല. ഹലോ, റേഞ്ചിലോട്ട് നിൽക്കുവോ? അതല്ലെങ്കിൽ ഹലോ 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 സാറേ, ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം. സാറേ, നമ്മളിപ്പോ ഇപ്പൊ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ 2 മാസമായി. അപ്പോ
ഇനി ഫ്രഷ് ആയിട്ട് പുതിയ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേക്കിംഗ് ആണോ 225 ലാസ്റ്റ് കയറി അതുകൊണ്ടാണ്. അതെ അതെ, ആ ഡേറ്റിന് ശേഷം സ്റ്റേക്ക് ചെയ്യുന്നവർക്ക് അത്ര ദിവസമായിരിക്കും 6 രൂപ. പുതിയത് ഇനി 205 ദിവസമേ ഉള്ളൂ അല്ലേ? അതെ അതെ. ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തവർക്ക് 360 ദിവസം കഴിഞ്ഞേ ഉള്ളൂ റിലീസ് ചെയ്യുന്നത്. അതെ കിട്ടും. ശരി ശരി ശരി, ഓക്കെ ഓക്കെ. താങ്ക് അപ്പോ സാറേ ഗുഡ് ഈവനിങ് സാർ. ഞാൻ അരുൺ സാറിന് അറിയുന്ന ആള് മഹമ്മൂദാണ് ഫ്രം പെരിന്തൽമണ്ണ. നാസർ സാറിന്റെ ഫ്രണ്ടാണ് സാറേ. ഞാൻ ഇന്നലെ മിഞ്ഞാന്നത്തെ ഇതിൽ സംസാരിച്ചിരുന്നു. അപ്പൊ ഞാനിപ്പോ ഒരു വിത്തിൻ 5 days ഉള്ളിൽ ഒരു 6 to 10 lakh ഡെപ്പോസിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് 31st ചെയ്യാണെങ്കിൽ 360 days കിട്ടുമല്ലോ അല്ലേ? പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരു തവണ എക്സ്റ്റെൻഡ് ചെയ്താണ്, ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഉണ്ടാവില്ല അല്ലേ? അല്ല, എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സുകൾ ഇങ്ങനെ ചോദിച്ചപ്പോ അവർക്ക് December 1st week ഒക്കെ ശരിയാവുള്ളൂ. ഞാനിപ്പോ ഇതെല്ലാം ഞാൻ 8 o'clock മുതൽ വാച്ച് കംപ്ലീറ്റ് കേട്ടോണ്ടിരിക്കുകയാണ്. കാരണം നമ്മള് പിന്നെ ഏറ്റവും നല്ല കേൾവിയാണല്ലോ നല്ലത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ കിട്ടി, അതുകൊണ്ട് ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. ഇത് മാത്രം. അപ്പൊ ഏറ്റവും നല്ല സജഷൻ അല്ലേ ഇപ്പോ ഈ 31st ചെയ്യുന്നത്? പിന്നെ ഞാൻ നസീർ പറഞ്ഞിരുന്നു ഒരു ഷെയർ എടുക്കുമല്ലോ നമ്മളെ, എന്തായാലും പറയാ, നമ്മളെ ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കുള്ളേ. അത് സാർ എടുക്കുമ്പോ ഇവിടെ ആരും അത് ചോദിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. അവരെ ചോദ്യം മാത്രം, അതിനെ പറ്റി ആരും ചോദിച്ചില്ല. അത് ഒരു 3 ഷെയർ എടുക്കൽ ഏറ്റവും ബെസ്റ്റ്. 3 ഷെയർ എടുത്താൽ മതി അല്ലേ? എക്സിക്യൂട്ടീവ് മെമ്പർ ആവും. അപ്പൊ അത് ROI ഒരു പെർ മന്ത്ലി എത്ര കിട്ടും? 1 lakh സംതിങ് മുകളിലാണ് കിട്ടും പറഞ്ഞു ഒരു വർഷം തോന്നുന്നുണ്ട്. അതെ, നമുക്ക് എന്താ വെച്ചാല് ഈ 10% നമ്മൾ ഷെയർ വാല്യൂന്റെ 10% വരും എവരി മന്ത് നമുക്ക് റിലീസ് ആക്കാം അല്ലേ? എവരി മന്ത്. അപ്പൊ അതിന്റെ 1 year അല്ലേ എന്റെ വാലിഡിറ്റി? 1 year കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ടോക്കൺ സെയിൽ ആക്കാം അല്ലേ? ടോക്കൺ നമുക്ക് എന്ത് ചെയ്യാം, TRC ടോക്കൺ ഉണ്ടാവും, അത് നമുക്ക് സെയിൽ ചെയ്യാം. പിന്നെ എന്നാലും നമുക്ക് ലൈഫ് ലോങ് എന്ത് ചെയ്യും, ഇത് കിട്ടിക്കൊണ്ടിരിക്കും. അത് സാറേ നമ്മള് പിന്നെ ROI ഫുൾ ലൈഫ് ടൈം കിട്ടുമോ അതോ? അതെ ROI അല്ല, നമുക്ക് എന്താ അതിന്റെ ഷെയർ ഹോൾഡ് അല്ലേ? ഷെയർ എമൗണ്ട്, ഒരു എമൗണ്ട് എത്ര ഫിക്സ് ഇപ്പൊ പറയാൻ പറ്റില്ല. കമ്പനിന്റെ എത്ര ടേൺ ഓവർ അനുസരിച്ച് നമുക്ക് ഒരു ഷെയർ ആയി കിട്ടും അല്ലേ? അതെ നമുക്കൊരു 10% മന്ത്ലി കിട്ടുന്നുണ്ട്. 10% മന്ത്ലി കിട്ടും അല്ലേ? ലൈഫ് ടൈം. അതെ, ലൈഫ് ടൈം. ഓക്കെ. പക്ഷെ നമ്മള് കോയിൻസ് സ്റ്റോക്ക് കോയിൻസ് ബുക്കും ചെയ്യും, സെയിലാക്കും ചെയ്യും എപ്പോഴാണ് അല്ലേ? 1 year കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു സോ മച്ച്. പിന്നെ നമുക്ക് നേരിട്ട് മൈസൂരിൽ നിന്ന് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച് അരുൺ സാർ. ഓക്കെ, താങ്ക് യു. നമ്മൾ ക്ലോസ് ചെയ്യല്ലേ? അരുൺ സാർ ഇപ്പോ 2 മണിക്കൂർ സംസാരിക്കുന്നു. നമുക്ക് കമ്പനിയുടെ ഒരു മീറ്റിംഗിൽ ഇത്ര സമയമൊന്നും ഉണ്ടാവാറില്ല. നമുക്ക് വേണ്ടി കുറെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത്, അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന മനസ്സിലാക്കാവുന്ന ഭാഷയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതുപോലെ തന്നെ കമ്പനീനെ കുറിച്ചും മറ്റൊരാളോട് ഫേസ് ചെയ്യുമ്പോൾ സംസാരിക്കേണ്ടതിനെ കുറിച്ചും, അതുപോലെ നമ്മുടെ phase 1 phase 2 എല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് തന്നു നമ്മൾ സാറ്. അപ്പൊ ഇനി നമുക്ക് 3ാമത്തെ ദിവസം കഴിഞ്ഞു. ഇനി നാളെ ഇതേപോലെ നമുക്ക് ഇൻഡൗട്ട് സെക്ഷൻ ഉണ്ടാവും. ഇതിൽ ഇനി സംശയമുള്ള ആളുകളൊക്കെ നാളെ എന്തായാലും മീറ്റിംഗിൽ ജോയിൻ ചെയ്യാം. നമ്മളോട് സംശയങ്ങൾ ചോദിക്കുന്ന ആളുകളെ നമ്മൾ ഈ മീറ്റിംഗിലേക്ക് നാളെ കൊണ്ടുവരാം. എന്നിട്ട് ഈ മീറ്റിംഗിൽ അവരോട് സംശയങ്ങൾ ചോദിക്കാൻ പറയാം. അപ്പൊ നേരിട്ട് നമ്മളുടെ കമ്പനിയിലുള്ള ആളുകൾ ഇവർക്ക് കമ്പനിയിൽ ഈ പറയുന്ന ആളുകളൊക്കെ ഡൗട്ട് ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് ലീഡേഴ്സിന് വരുന്ന കുറെ കാര്യങ്ങളൊക്കെ ഇതിലൂടെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ അപ്പെക്സ് ടോക്കൺ നിങ്ങളുടെ ലീഡറുമായി ഫസ്റ്റ് ടൈം എല്ലാവരും പർച്ചേസ് ചെയ്യാൻ നോക്കുക. പിന്നെ എൽ ബാങ്ക്, അതുപോലെ അങ്ങനെ പറയുന്ന എക്സ്ചേഞ്ചുകളൊക്കെ സാവകാശം പഠിച്ചെടുക്കാം. അത് നമുക്ക് ഇനി ടൈം ഇഷ്ടം പോലെ ഉണ്ട് വിഡ്രോവലിന്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ചെയ്താൽ മതി. ആരും ടെൻഷൻ അടിക്കേണ്ട, വറീഡാവേണ്ട. നമ്മളുടെ കയ്യിലുള്ളത് നല്ലൊരു മാണിക്യം പോലത്തെ ഒരു മുത്താണ്. അതെടുത്തിട്ട് നല്ല രീതിക്ക് യൂസ് ചെയ്യാം. എല്ലാവരും നാളെ ഈ ഒരു മീറ്റിംഗിൽ കയറി വരിക, ബാക്കിയുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ് ഓൾ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഗുഡ് നൈറ്റ്. നൈറ്റ്.